ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ ഡ്രൈവറെയും ചോദ്യം ചെയ്യും. അപ്പോൾ ഡ്രൈവറോട് ഈ CI ചോദിക്കുവാണ്, താൻ വണ്ടിയൊക്കെ കഴുകിയ സമയത്ത് ഡിക്കിയൊക്കെ തുറന്ന് വൃത്തിയാക്കിയൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ ഇല്ലയെന്ന് ഇയാൾ പറയാം. അപ്പോൾ കള്ളക്കടത്ത് സ്വർണ്ണം ഇരുന്നത് കൊണ്ടാണ് നീ അത് ചെയ്യാത്തല്ലേയും ചോദിച്ചു. അതുകൊണ്ട് നീ കണ്ടുമില്ലല്ലേ? അല്ലെങ്കിൽ തന്നെ നിൻ്റെ ഒത്താശയോടെ ആയിരിക്കുമല്ലോ ഇവളിവിടെ സ്വർണം വെച്ചതെന്നൊക്കെ ഈ ഡ്രൈവറോട് പറയുക. ഇയാൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ ചെയ്ത കാര്യം നീ സമ്മതിക്കോടാ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗ്. അപ്പോൾ എവിടേക്കൊക്കെയാണ് നിങ്ങൾ പോയത് എന്ന് നന്ദു ഇങ്ങനെ നയനോട് ചോദിക്കുമ്പോൾ ഞങ്ങളൊരു പർച്ചേസിന് പോയതാണെന്ന കാര്യവും പറഞ്ഞ് നയന പറഞ്ഞു. ആ സമയത്ത് കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദർശേട്ടൻ്റെ പേര് തൽക്കാലം പറയണ്ട എന്ന് നയന അന്നേരം മനസ്സിൽ വിചാരിക്കുന്നു. അപ്പോൾ അവൾ കള്ളം പറയാൻ ആലോചിക്കുകയാണെന്ന് CI നന്ദുവിനോട് പറയുന്നു. കള്ളമൊന്നും അല്ല സാർ, ഞാനും ഡ്രൈവറും കൂടെയാണ് പോയതെന്ന് നയന പറഞ്ഞു. ഇവൻ നിൻ്റെ കാമുകനാണോ എന്ന് CI അന്നേരം നയനയോട് ചോദിക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ കലി വരികയായിരുന്നു നയനയ്ക്ക്. സാർ, ചേച്ചി മാരീഡ് ആണ് എന്ന് നമ്മുടെ നന്ദു പറയുമ്പം മാരീഡ് ആയതുകൊണ്ട് എന്താ പ്രേമിക്കാൻ പറ്റത്തില്ലേ എന്ന് CI ചോദിക്കുന്നു. അങ്ങനെ ഒരാളല്ല ചേച്ചി എന്ന് പറയുമ്പം സ്വർണം കടത്തുന്ന നമ്മൾ ഏത് തരക്കാരിയാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും പറഞ്ഞ് CI മാക്സിമം അപമാനിക്കുകയാണേ. അല്ലടോ എന്നൊക്കെ CIയോട് പറയുമ്പം അതെ സാറേ എന്നും പറഞ്ഞ് CI അദ്ദേഹത്തിന് അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പം നന്ദു ഇങ്ങനെ നോക്കും അയാളെ. അപ്പോഴേ സ്വർണം എവിടെ നിന്നാണ് വന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കണമെന്നും അത് SI നന്ദനയുടെ ഡ്യൂട്ടിയാണെന്നും ഈ CI പറയണു. അവിടെ സ്വന്തം ബന്ധമൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ നീതിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു ചെറുപ്പക്കാരിയാണല്ലോ ഈ സ്റ്റേഷനിലെ SI. അപ്പോൾ പിന്നെ അതങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. പിന്നെ ഇവിടെ മാത്രം എന്താ ഒരു തണുത്ത നിലപാടെന്നൊക്കെ ചോദിച്ച് മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന SIക്ക് ബന്ധത്തിൽപ്പെട്ട ഒരാൾ പ്രതിയായി കഴിഞ്ഞപ്പോൾ ആ നീതിബോധം എന്താ ഇല്ലാണ്ടായോ എന്ന് ചോദിച്ചു. സാർ, ഒരാളെ കാണുമ്പോഴേ എനിക്കറിയാം അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്ന് നന്ദു പറയാം. അപ്പോൾ CI നിന്നിങ്ങനെ പുച്ഛിച്ച് ചിരിക്കുന്നു. SI എന്താ ജോത്സ്യമൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ഇയാൾ ചോദിക്കണം. അല്ല, ഒരാളെ കാണുമ്പോൾ സാധാരണ അങ്ങനെ അളക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. പഠിച്ച കള്ളികൾ അത്തരക്കാരെ പോലീസിനെന്നല്ല ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റത്തില്ല എന്നൊക്കെ CI പറയാം. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏത് മുറ പ്രയോഗിച്ചിട്ടാണെങ്കിലും ഇവളുടെ ഉള്ളിലുള്ളതൊക്കെ വലിച്ച് പുറത്ത് ചാടിക്കണം എന്നുള്ളത്. അപ്പോഴത്തേക്കും നയനയ്ക്ക് ദേഷ്യം വന്നിട്ട് രക്ഷയില്ല. CI എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക. അപ്പോൾ CI അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കുടുക്കിയതാണെന്നും മനഃപൂർവ്വം കേസിൽ പെടുത്തിയതാണെന്നും നയന നന്ദുവിനോട് പറയാം. നന്ദുവിന് മനസ്സിലായി അവൻ ആളെ ചില്ലറക്കാരനല്ലെന്ന് CI. അപ്പോൾ ആ ഒരു സംഭവം അവിടെ നടക്കുവാണ്. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെ കേട്ടോ. ആദർശാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ സാർ മോളുമായിട്ട് ഒരുമിച്ച് പോയിട്ട് സാർ ഒറ്റയ്ക്കാണല്ലോ വന്നതെന്നും പറഞ്ഞ് അദ്ദേഹം അവിടുത്തെ ജോലിക്കാരൻ ചേച്ചിയും കൂടെ ഇറങ്ങി വന്നു. മോളെ വീട്ടിൽ കൊണ്ട് വിട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലല്ലോ. അല്ല, നയന ഇങ്ങോട്ട് വന്നില്ലേ എന്ന് ചോദിച്ചപ്പം ഇല്ല വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് ഞാൻ വിളിച്ചിരുന്നു, അപ്പോൾ ഉടൻ വരുമെന്ന് എന്നോട് പറഞ്ഞത്. ആ സമയമൊക്കെ കഴിഞ്ഞെന്നാ ചേച്ചിയും പറഞ്ഞു. അപ്പോഴേ ഞാൻ ആലോചിക്കുകയായിരുന്നു ഇതെവിടെ പോയെന്ന്. അപ്പോൾ പർച്ചേസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് എനിക്കൊരു ഫ്രണ്ടിൻ്റെ കോള് വന്നായിരുന്നേ. അപ്പോൾ അവനെ കാണാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് ഇറങ്ങി. പിന്നെ പെട്ടെന്ന് നയന ഇങ്ങോട്ട് കൊണ്ടുവിടാനാണ് ഞാൻ ഡ്രൈവറോട് പറഞ്ഞതെന്നും ആദർശ് പറയാം. അതനുസരിച്ച് നയന 1-2 മണിക്കൂർ മുമ്പെങ്കിലും ഇവിടെ എത്തേണ്ടതാണെന്നും ഇതിപ്പോൾ എവിടെ പോയെന്ന് മനസ്സിലായില്ലല്ലോ എന്നൊക്കെ ആദർശ് പറഞ്ഞു. ഞാൻ വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് വിളിക്കുക. അങ്ങനെ കനകയെ എന്നിട്ട് ഫോൺ എടുത്ത് വിളിച്ചു. അപ്പോൾ അമ്മയൊന്ന് വിളിച്ചു നോക്കട്ടെ, അങ്ങോട്ട് എങ്ങനെ ചെന്നോന്ന് അറിയാനേ. ഹലോ മോനെ എന്ന് പറഞ്ഞ് കനക ഫോൺ എടുത്തു. അമ്മ നയനെ അങ്ങോട്ട് വന്നോ അമ്മേ? അപ്പോൾ ഇല്ലല്ലോ മോനെ, എന്തു പറ്റി മോനെ? ഒന്നുമില്ല. പിന്നെന്താ മോനെ അങ്ങനെ വിളിച്ച് ചോദിച്ചത്? അല്ല ഒന്നുമില്ലമ്മേ, ഞങ്ങളെ ഒരുമിച്ച് പർച്ചേസ് കഴിഞ്ഞ് കാറിൽ വരുമ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ഇറങ്ങിയായിരുന്നേ. എന്നിട്ട് ഡ്രൈവറോട് അവളെ വീട്ടിൽ വിടാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതുവരെ അവളിവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ കരുതി അവൾ അങ്ങോട്ട് വന്നിട്ടുണ്ടാകുമെന്ന്. ചിലപ്പോൾ കല്യാണിയുടെ അടുത്തോ മറ്റോ പോയിട്ടുണ്ടാകുമെന്നും ഒന്ന് വിളിച്ച് നോക്കട്ടെ കേട്ടോ എന്നും പറഞ്ഞ് ഇങ്ങനെ ആദർശ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. കല്യാണിയെ വിളിക്കുക. അപ്പോൾ അങ്ങോട്ട് വിളിച്ചു, അവിടെ ചെന്നിട്ടില്ല. അങ്ങനെ ഓടി നടന്ന് വിളിക്കുക. അപ്പോൾ നയനെ വിളിച്ചപ്പോൾ ഫോൺ കിട്ടുന്നില്ല. ഡ്രൈവറെ വിളിച്ചു, അവൻ്റെ നമ്പറും സ്വിച്ച് ഓഫാണ്. ഇതെന്താണെന്ന് പിടികിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് നിന്ന് വെപ്രാളം കൊള്ളുക കേട്ടോ. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് എങ്ങോട്ടും പോകാനുള്ള സാഹചര്യമൊന്നുമില്ല. നേരെ ഇങ്ങോട്ടല്ലേ അവൾ വരേണ്ടത്. അവൾ പിന്നെ എവിടെ പോയി? ഇനിയിപ്പോൾ മറ്റെവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ തന്നോട് പറയാതെ പോകത്തുമില്ല. ഇടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ആദർശിന് കാര്യം മനസ്സിലായി. ഈ സമയത്ത് നന്ദു നയന ഇവർ രണ്ടുപേരും സംസാരിക്കുക. അപ്പം നയന ആദർശ് വണ്ടിയിലുണ്ടായിരുന്ന കാര്യം നന്ദുവിനോട് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഇപ്പോൾ ആദർശേൻ്റെ കാര്യം പറഞ്ഞില്ലെങ്കിലും ഡ്രൈവർ ഉറപ്പായിട്ടും പറയില്ലേ ആദർശേട്ടൻ വണ്ടിയിലുണ്ടായിരുന്നു എന്ന്? അങ്ങനെ പറയരുതെന്ന് പറയണമെന്ന കാര്യം പറയുകയാണ് നയന നന്ദുവിനോട്. ആദർശേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തതെന്നും കൂട്ടത്തിൽ എന്നെയും
അപ്പോൾ ദേ ഡ്രൈവറാണെ ഒന്നും അല്ലാത്തോലെ ഇങ്ങനെ നിൽക്കുവാണ്. അതിനിടയ്ക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാണ് ആദർശ് എണ്ണ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നിയതെന്ന കാര്യവും നയന പറയുവാണ്. എനിക്കൊപ്പം ആദർശേട്ടൻ ഇവിടെ വന്നിട്ട് എന്താ കാര്യം? ഇതാകുമ്പോൾ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും സ്ത്രീ എന്ന പരിഗണനയും വെച്ച് മിക്കവാറും ജാമ്യം കിട്ടുമെന്നും നയന പറയുന്നു. ഇവിടുന്ന് ജാമ്യം കിട്ടണമെങ്കിൽ ആ CI വിചാരിക്കണമെന്നും നന്ദു അന്നേരം പറയുക. പിന്നെ അയാൾ അങ്ങനെ വിചാരിക്കില്ലെന്ന് അയാളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായില്ലേ ചേച്ചിക്കെന്ന് നന്ദു ചോദിക്കുക കേട്ടോ. എന്നു മാത്രമല്ല, അന്ന് ഡേവിഡിനെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് അറിയാമല്ലോ. IG വിളിച്ചു പറഞ്ഞ ആ അറസ്റ്റ് ഒഴിവാക്കിയതെന്നും പറഞ്ഞു. അയാൾ ഇപ്പം തന്നെ മുകളിലൊക്കെ വിളിച്ചു പറഞ്ഞ് കാണും കേസ് ജാമ്യം കിട്ടാത്ത രീതിയിൽ സ്ട്രോങ് ആക്കണമെന്നുള്ള കാര്യമെന്നും നന്ദു നയനയോട് പറയുവാണ്. അപ്പോൾ ഈ തൊപ്പി ഊരി വെച്ചിട്ട് അയാളുടെ കാരണത്തൊന്ന് കൊടുത്തിട്ട് പോയാലെന്ന് ഞാൻ ആലോചിക്കുന്നതെന്ന് നന്ദു പറഞ്ഞപ്പം നീ അബദ്ധമൊന്നും കാണിക്കരുതെന്നും അത് ചെറിയൊരു സമയത്തേക്ക് മാത്രമേ നിനക്ക് സന്തോഷം തരികയുള്ളൂ എന്ന് നന്ദുവിനോട് നയന പറയാം. പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടമുണ്ടല്ലോ, അതൊരിക്കലും നിനക്ക് നികത്തിയെടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് പേടിയൊന്നുമില്ല നന്ദു, ഞാനിതോർത്ത് കരഞ്ഞ് നിലവിളിക്കാനൊന്നും പോകുന്നില്ല. ആദർശേട്ടനൊന്നും സംഭവിക്കാൻ പാടില്ല എന്നും നയന നന്ദുവിനോട് പറയുക. അപ്പോഴാണിതേ അയാൾ പിന്നെയും വരുന്നത്. എന്താ ഇവിടെ രണ്ടാളും കൂടെ കുശലമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണോ, അതോ ചോദ്യം ചെയ്ത് മനസ്സിലുള്ളത് അറിയാൻ ശ്രമിക്കുകയാണോ എന്നും ചോദിച്ച്. അപ്പോൾ സ്വർണം വന്നത് എങ്ങനെയാണെന്ന് അറിയില്ലെന്നാണ് ചേച്ചി പറയുന്നത് എന്ന് നന്ദു പറയുമ്പം ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉത്തരം കിട്ടിയതല്ലേ എന്ന് CI അവിടെ നേരെ ഇവരോട് പറയുന്നു. സാധാരണ എല്ലാ പ്രതികളുടെ മുന്നിലും മിടുക്കാണിക്കുന്ന SIക്ക് ഇവിടെ എന്ത് പറ്റി എന്ന് CI ചോദിച്ചു. അപ്പോൾ ഇതിലെന്തോ ചതിയുണ്ടെന്ന് സാർ തോന്നുന്നത് എന്ന് നമ്മുടെ നന്ദു പറയുമ്പോൾ ഉണ്ടല്ലോ, സ്വർണം രേഖകളില്ലാതെ കടത്തിക്കൊണ്ട് വരുന്നത് എന്താ ചതിയല്ലേ എന്ന് ഈ CI ചോദിക്കുക. പിന്നെ അതിന് കപ്പൽ മാർഗമാണോ ഫ്ലൈറ്റ് വഴിയാണോ എന്ന് ചോദിച്ചു മനസ്സിലാക്കുന്നതാണ് നമ്മുടെ മിടുക്ക് എന്നൊക്കെ CI പറയുന്നു. ആ സമയത്ത് ദേ ഇപ്പോൾ ഒരു ചോദ്യം ചെയ്യലിൽ നേരിടാനുള്ള ശാരീരികാവസ്ഥയിലല്ല പ്രതി ഉള്ളതെന്ന് നന്ദു പറയുമ്പം അപ്പം പിന്നെ രണ്ടിനെ പിടിച്ച് ലോക്കപ്പിലിടാൻ പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞു. അപ്പോൾ സാർ പ്രതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ മാനിച്ച് ലോക്കപ്പിന് പുറത്തിരുത്തിക്കൂടെ എന്ന് നന്ദു ചോദിക്കുമ്പം അങ്ങനെ കുടുംബക്കാർക്ക് പരിഗണന കൊടുക്കാനുള്ളതൊന്നും അല്ല പോലീസ് സ്റ്റേഷൻ. എടോ പറഞ്ഞു കേട്ടില്ലോ, പിടിച്ചിറോ എന്ന് പറഞ്ഞുകൊണ്ട് CI ASCയെ കൊണ്ട് നയനയെ ലോക്കപ്പ് ചെയ്യിക്കാനായിട്ട് ഇയാൾ തുടങ്ങുക. അപ്പം സാർ എങ്ങോട്ടായി കയറി പോകുന്നത്, അങ്ങനെ വിരട്ടി കാര്യം നേടിയെടുക്കാമെന്നും സാർ വിചാരിക്കേണ്ടെന്ന് പറഞ്ഞു നയന. അപ്പം SIക്ക് മാത്രമല്ല SIയുടെ ചേച്ചിക്കുണ്ട് നട്ടലൊരെണ്ണം കൂടുതലല്ലേ എന്ന് CI ചോദിക്കും കേട്ടോ. നട്ടൽ വളയ്ക്കേണ്ടവരുടെ മുന്നിൽ വളയ്ക്കും, അല്ലാതെ ആരുടെ മുന്നിലും അത് വളയില്ല സാറേ എന്ന് നയന അന്നേരം CIയോട് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ നയന സെല്ലിലേക്ക് അങ്ങ് കയറി അങ്ങ് പോവുക. അതുപോലെ ഡ്രൈവറും പോന്നു. അപ്പോൾ എടോ താനും ആടോ എന്ന് പറഞ്ഞ ഡ്രൈവറെ വിളിച്ച് CI. അവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടല്ലേ ഒരു പരിഗണന കൊടുത്തത്, ഇവൻ അതിൻ്റെ ആവശ്യമില്ലല്ലോ. എവിടെ നിന്നാടാ സ്വർണം വന്നത് പറയടാ എന്നും പറഞ്ഞിട്ട് അതിനിട്ടിട്ട് അടിക്കുക. അപ്പോൾ ഷോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുന്നു. ആ ഡ്രൈവറെ അടിക്കുന്നു. ഡ്രൈവറാണെങ്കിൽ ഇങ്ങനെ കള്ള ലക്ഷണത്തിൽ നിൽക്കുന്നു. സാർ നിരപരാധിയാണ് വിനയൻ, അയാളെ തല്ലരുതെന്ന് നയന പറയുമ്പോൾ തല്ലിയ നീ എന്ത് ചെയ്യൂടി എന്ന് CI ചോദിച്ചു. നീ പോലീസിനോട് ആജ്ഞാപിക്കുന്നോടി എന്നും ചോദിച്ചുകൊണ്ട് പിന്നെ അയാൾക്കിട്ടിട്ട് കൊടുക്കുവാണ്. സത്യം പറയടാ, ആ സ്വർണം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു. പിന്നെയും തല്ലുവാണ്. അയാളാണ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്തായാലും ഇന്നൊരു ദിവസം നീ ലോക്കപ്പിൽ കിടക്ക, അത് കഴിഞ്ഞ് ജയിലിൽ പോകാനുള്ള സാഹചര്യം ഞാൻ ഒരുക്കി തരാം, പിടിച്ച് കേട്ടോ അവിടെയെന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരെ സെല്ലിലാക്കി. എന്നിട്ട് CI അങ്ങ് പോയി. അപ്പം നന്ദു ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ CI പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ SIയുടെ നേരെ ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യാനാ മാഡം, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങ് പോയി. നന്ദു ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കും, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. നയന ഭയങ്കര ദേഷ്യത്തിലും. നന്ദു എന്നിട്ട് തൻ്റെ റൂമിൽ വന്നിരുന്ന് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം പറഞ്ഞു തീർന്നില്ല, തൊട്ടടുത്ത നിമിഷം നമ്മുടെ നവീൻ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പം നവീൻ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ CIയും അവരെല്ലാവരും അകത്ത്. അപ്പം നമ്മുടെ ASI സാറിങ്ങനെ ഇറങ്ങി വരിക. അപ്പോൾ ഈ നവീനെ കണ്ടപ്പോഴത്തേക്കും സാറേ ആകെ കുഴപ്പമാണ് സാറേ എന്ന് പറഞ്ഞു. ഇപ്പോൾ വന്നിട്ട് ആ CI ഉണ്ടല്ലോ ആളൊരു കരടിയാന്നേ. പിന്നെ സാറ് കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നല്ലോ അല്ലേ, അപ്പോൾ ഒന്ന് പെട്ടെന്ന് വരണമെന്ന് മാത്രമേ നന്ദു പറഞ്ഞുള്ളൂ, ബാക്കിയൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പം ഒന്നും പറയണ്ട എൻ്റെ സാറേ, കള്ളക്കടത്ത് സ്വർണം കാറിൽ കടത്തിയെന്നും പറഞ്ഞ നന്ദു മേഡത്തിൻ്റെ ചേച്ചി ആ CI അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി നവീൻ. അതിനുശേഷം സ്വന്തം ചേച്ചിയെ അനുജത്തിയെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു. നയനെ അറസ്റ്റ് ചെയ്തെന്നോ? അതെന്നേ, അവർ സഞ്ചരിച്ചിരുന്ന കാറിനകത്ത് കള്ളക്കടത്ത് സ്വർണം ഉണ്ടായിരുന്നു എൻ്റെ സാറേ. പിന്നെ ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയല്ലോ എന്നും പറഞ്ഞ് നവീൻ നിൽക്കുമ്പം ചതിയാണോ ഇനി ഉള്ളതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നതാണെങ്കിലും CI വലിയ കലിപ്പിലാണെന്ന് എനിക്കറിയാം. അയാൾ FIR ഇട്ടിരിക്കുന്നതും അങ്ങനെയാണെന്നും ഈ ASI പറഞ്ഞു. എന്നതായാലും ജാമ്യം കിട്ടാൻ പ്രയാസമാണെന്നാണ് തോന്നുന്നേ. ഇങ്ങനെ നിരപരാധികളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഷോ കാണിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ.
അത്തരക്കാർ അധികകാലം ഒരു സ്റ്റേഷനിലും ഇരിക്കാറില്ല എന്ന് പറയുമ്പം ഇങ്ങേരും അങ്ങനെയൊക്കെ തന്നെയാണ് സാറേ. ട്രാൻസ്ഫർ ഇങ്ങേർക്കൊരു ഹോബിയാണെന്ന് പറഞ്ഞു. നേരത്തെ ഒരുത്തനുണ്ടായിരുന്നല്ലോ ഇതുപോലൊരു CI. ട്രാൻസ്ഫർ മാത്രമല്ല, ചിലപ്പോൾ ഇതുപോലുള്ള ഏമാമാരെ പൊതുജനങ്ങളും കൈവയ്ക്കുമെന്നും പറഞ്ഞ് നമ്മുടെ നവീൻ അകത്തേക്ക് കയറിപ്പോയി. നവീൻ അകത്തേക്ക് കയറിപ്പോയപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കും സാറേ എന്ന് കൂടെയുള്ള ഒരു കോൺസ്റ്റബിൾ ചോദിച്ചു. നമുക്കിവിടെ നടക്കുന്നതൊക്കെ കയ്യം കെട്ടി നിന്ന് കാണാം എന്ന് SI. എന്നതായാലും SI ആയിട്ട് നന്ദു വന്നതിന് ശേഷം ഒരിക്കലും ഒരു കരിമീനോ അല്ലെങ്കിൽ ഇത്തിരി ആട്ടിറച്ചിയോ വാങ്ങിക്കാനായിട്ട് പറ്റിയിട്ടേ ഇല്ല. കാശൊന്നും ഇല്ലടോ എന്നും പറഞ്ഞ് വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. ഈ സമയത്ത് നന്ദു ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നവീൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. എന്താ നന്ദു, ശരിക്കും എന്താ സംഭവിച്ചത്? കാര്യങ്ങൾ ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു. നയനയുടെ കാറിൽ എങ്ങനെ സ്വർണം വന്നതെന്നൊക്കെ ചോദിക്കുമ്പം ആരോ കാറിനകത്ത് മനഃപൂർവ്വം കൊണ്ടെന്ന് വെച്ചത് തന്നെയാണ് നവീനേട്ടാന്ന് നന്ദു പറയാട്ടോ. ആദർശേട്ടനെയും ചേച്ചിയും കൊടുക്കാൻ വേണ്ടി തന്നെയാണെന്നും പറയണു. ഇടയ്ക്ക് എന്തോ ആവശ്യത്തിന് ആദർശേട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായതെന്നും പറഞ്ഞു. പിന്നെ എന്നിട്ട് കള്ളക്കടത്ത് സ്വർണമായി ഒരു സ്ത്രീ അറസ്റ്റിലായി എന്ന് CI പറഞ്ഞപ്പോൾ അത് ചേച്ചി ആയിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നും പറഞ്ഞു. എന്നിട്ട് നന്ദുവിന് തന്നെ നയനെ ചോദ്യം ചെയ്യേണ്ടി വന്നല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അതെ, അങ്ങനെ ഒരു സാഹചര്യമാണ് CI ഉണ്ടാക്കി വെച്ചത്. ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നുള്ളൊരു പരിഗണന പോലും അയാളെ ചേച്ചിക്ക് കൊടുത്തില്ല എന്നും പറയുകയാണ്. ജാമ്യം പോലും കിട്ടില്ലെന്നൊക്കെ പറയുന്നതെന്നും അത് ഞാൻ പെട്ടെന്ന് നവീനോട് വരാൻ പറഞ്ഞു എന്നും പറഞ്ഞു. ഈ CI ആൾ കുഴപ്പക്കാരനാണല്ലേ, ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. നേരത്തെ ഒരുത്തൻ ഉണ്ടായിരുന്നല്ലോ ഇതുപോലെ, അയാളുടെ കാര്യം നവീനണ്ണ അറിയാവുന്നതാണല്ലോ എന്ന് പറയുമ്പം ഈ സ്വർണം കൊണ്ടെന്ന് വെച്ചവരെ ലക്ഷ്യമിട്ടത് നയനെ ആയിരിക്കില്ല, ആദർശേട്ടനെ ആയിരിക്കാവുന്ന കാര്യം നവീൻ പറയാം. അതെ, അതിനെ വഴിയുള്ളൂന്ന് നന്ദുവും പറഞ്ഞു. ആദർശേട്ടനെ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് എങ്ങനെയെങ്കിലും തകർക്കണമെന്നും പറഞ്ഞ് നടക്കുന്നവരാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളതെന്നും നന്ദു പറയുവാണ്. അപ്പോൾ CIക്ക് ഇങ്ങനെ ഒരു അറസ്റ്റ് നടത്തിയതിന് ഇഷ്ടം പോലെ കൈമടക്കം കിട്ടിക്കാണുമെന്നും നവീൻ പറയാം. പിന്നെ അങ്ങനെ ലക്ഷങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് പോലും ജാമ്യം കിട്ടാത്ത വഴികൾ അയാൾ നോക്കുമെന്ന കാര്യവും നവീൻ പറയുമ്പം ഇനി നവീനേട്ടൻ്റെ കൈകളിലാണ് എല്ലാം എന്നും എങ്ങനെയെങ്കിലും എൻ്റെ ചേച്ചി ഒന്ന് രക്ഷിച്ചെടുത്തേ പറ്റൂ. നന്ദു അത് ഇങ്ങനെയൊക്കെ പറയുന്നേ, നിനക്കും നീ സ്നേഹിക്കുന്നവർക്കും ഒരു വേദന വന്നല്ലാതെ എൻ്റെ കൂടി വേദനയല്ലേ എന്ന് നവീൻ ചോദിക്കുന്നു. അവിടെ പിന്നെ എല്ലാം മാറ്റി ഞാൻ നിൻ്റെ കൂടെ നിൽക്കുമെന്നും ഞാൻ എന്തായാലും ആ CI ഒന്ന് കാണട്ടെ, അവരുണ്ട് മുരടനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നവീൻ അങ്ങനെ CI കാണാൻ പോവുക. അപ്പോഴേ നവീൻ ചെന്ന് അയാളുമായിട്ട് സംസാരിക്കുന്നു. അപ്പം നയന നിരപരാധിയാണെന്ന രീതിയിലാണ് നവീൻ ഇയാളോട് സംസാരിക്കുന്നത്. ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവളെ എനിക്ക് അവളെ പിടിച്ച് ഇടണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. പിന്നെ അവൾ വലിയൊരു മാഫിയയിൽ ചെറിയൊരു കണ്ണി മാത്രമാണെന്നൊക്കെ CI ഇങ്ങനെ നവീനോട് പറയാം. പക്ഷെ ആ കണ്ണികളെ കൂട്ടി യോജിപ്പിച്ചെങ്കിൽ മാത്രമേ എത്തേണ്ടടുത്ത് പോലീസിനെത്താൻ പറ്റുകയുള്ളൂ എന്നും ഇയാൾ പറയണു. സാറേ, നയന എന്ന പെൺകുട്ടിയെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എന്നെ പോലെ തന്നെ സാറിനും അറിയാമെന്ന് നവീൻ അന്നേരം അയാളോട് പറയാം. ഇതിനകത്ത് കണ്ണുകൾ വേറെയാണെന്ന് പറഞ്ഞപ്പം അത് വക്കീലിന് അറിയാമെങ്കിൽ പറഞ്ഞോ, അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കോളാം എന്ന് CI. അവരൊരു അമ്മയാകാൻ പോകുന്ന സ്ത്രീയാണെന്നും അവർക്കൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ല. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഡിസൈനറാണ് അവർ. നയന കളക്ഷൻസ് എന്ന് സാർ കേട്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് സ്വർണ്ണമായിട്ട് വലിയ ടച്ചൊന്നും ഇല്ലാന്നേ CI, ഞാനത് ശ്രദ്ധിക്കാറുമില്ല. ഏതായാലും അവളുടെ കാറിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത്. അതിന് രേഖകളും ഒന്നുമില്ല. പിന്നെ അതിനെപ്പറ്റിയൊന്നും അറിയില്ലെന്നാണ് അവൾ പറയുന്നതെന്നും പറഞ്ഞു. അതുകൊണ്ട് തൽക്കാലം വക്കീല് പറയുന്നത് പോലെ ജാമ്യം കൊടുക്കാൻ പറ്റില്ല. ഒരു സ്ത്രീ എന്ന പരിഗണനയൊന്നും കൊടുക്കണ്ട. അവരുടെ ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥ മനസ്സിലാക്കിയിട്ടെങ്കിലും അവർക്ക് ജാമ്യം അനുവദിച്ചൂടെ? അപ്പം ജാമ്യം നിങ്ങൾ വാങ്ങിച്ചോ? കോടതിയിൽ ചെല്ലുമ്പോൾ വക്കീലിൻ്റെ വാദം കേട്ടിട്ട് അവർ വിടുകയാണെങ്കിലും വിട്ടോട്ടെ. പിന്നെ എന്തായാലും എന്നെ കൊണ്ടത് പറ്റത്തില്ല എന്ന് CI പറയണു. അപ്പം അത് കേട്ടപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ നവീൻ ഇരിക്കാം. ഞാൻ അങ്ങനെ ചെയ്താൽ എൻ്റെ ജോലി തെറിക്കും. അല്ലെങ്കിൽ തന്നെ ഈ വർഷം എൻ്റെ 3ാമത്തെ ട്രാൻസ്ഫറാണിത്. അന്നേരം സാറിന് നല്ല പൈസ കിട്ടിയല്ലേ അപ്പോൾ ഈ അറസ്റ്റ് നടത്തിയതിന്. അപ്പോൾ വക്കീലാണെന്ന് കരുതി മനസ്സ് തോന്നുന്നതെല്ലാം വിളിച്ച് പറയരുത് കേട്ടോ വക്കീലെന്ന് പറഞ്ഞപ്പം ആരോ കൊണ്ടുവന്ന് വെച്ച സ്വർണത്തിൻ്റെ പേരിൽ നിരപരാധിയായ ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുക. പിന്നെ എന്നിട്ട് അവരുടെ അനിയത്തിയെ കൊണ്ട് തന്നെ അവരെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുക. ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്ന് നയനെ അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ എനിക്ക് അവളെ അറിയത്തില്ല. എനിക്ക് കള്ളക്കടത്ത് സ്വർണവുമായ പിടിയിലായ നയനയെ മാത്രമേ അറിയുള്ളൂ. പിന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ അവളിപ്പോൾ ഒരു പ്രതിയാണ്. അത് അങ്ങനെയുള്ളവൾക്ക് പോലീസ് എന്ത് പരിഗണനയാണോ കൊടുക്കുന്നത് അതൊക്കെ ഞാനും കൊടുക്കുന്നുള്ളൂ. പിന്നെ ചേച്ചി അനിയത്തിയെ ചോദ്യം ചെയ്തെങ്കിൽ അത് മനഃപൂർവ്വം ഒന്നുമല്ല. ഈ സ്റ്റേഷനിലെ വനിതാ SI ആണ് നന്ദന. അപ്പോൾ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യുമ്പോൾ വനിതാ SI ചോദ്യം ചെയ്യുന്നതിൽ എന്താണ് തെറ്റിരിക്കുന്നതെന്ന് ചോദിച്ചു. നവീൻ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. അങ്ങനെ സാറിൻ്റെ പേരും നമ്മുടെ നവീൻ നോട്ട് ചെയ്തു. CI സത്യനാഥ്. പേരൊക്കെ എന്തായാലും കൊള്ളാം. പേരിൻ്റെ അന്തസ്സ് നിലനിർത്താത്തതാണ് കുഴപ്പം.
എന്ന് നമ്മുടെ നവീൻ പറഞ്ഞപ്പം ആയിക്കോട്ടെ, ആവശ്യത്തിനുള്ള അന്തസ്സൊക്കെ എനിക്കുണ്ടെന്ന് CI അന്നേരം പറഞ്ഞു. നവീൻ അന്നേരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കോടതിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ നവീൻ അവിടെ നിന്ന് അങ്ങ് പോവുക. നവീൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും CI ഇങ്ങനെ ഇരിക്കുക കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് സ്റ്റേഷനിലേക്ക് വരിക. സ്റ്റേഷനിലേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ നവീൻ അങ്ങ് ഇറങ്ങി ചെല്ലുന്നു. അപ്പോൾ വെറും കൈയോടെ നവീൻ ഇറങ്ങി ചെല്ലുന്നത് കണ്ടപ്പോൾ ആദർശ് ചോദിച്ചു, ജാമ്യം കിട്ടിയില്ല അല്ലേ എന്ന്. ജാമ്യം തരത്തില്ല എന്നൊരുത്തൻ വാശി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആദർശേട്ടാന്ന് നവീൻ അന്നേരം ചോദിച്ചു. കേസ് കോടതിയിൽ വരട്ടെ, ഇതിനേക്കാളും കുഴഞ്ഞു മറിഞ്ഞ കേസായിരുന്നല്ലോ അനിയുടേത്. എന്നിട്ടും ആർക്കും ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ എതിരാളികൾക്ക് കഴിഞ്ഞില്ലല്ലോ. പിന്നെ ഒരു കാര്യം ഞാൻ ആദർശേട്ടനോട് പറയട്ടെ, ഇന്നൊരു ദിവസം എന്തായാലും നയനയ്ക്ക് ഇവിടെ കഴിയേണ്ടി വരും എന്ന് പറഞ്ഞപ്പം നവീൻ അത് നാളെ കോടതിയിൽ വരുമ്പം എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞാൻ നയനയെ ഇറക്കിയിരിക്കുമെന്നും നവീൻ ഉറപ്പ് കൊടുക്കുകയാണ്. അതുകൊണ്ട് ആദർശേട്ടൻ വെറുതെ കുറ്റം ഏൽക്കാനൊന്നും നിന്നേക്കരുത്. ആ കാറിൽ ആദർശേട്ടൻ ഉണ്ടായിരുന്നു എന്ന് പറയരുതെന്നും പറഞ്ഞപ്പം ഞാൻ കുറ്റസമ്മതം നടത്താനായിട്ടാണ് വന്നത്. അങ്ങനെയെങ്കിലും അവളെ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് ആദർശ് പറഞ്ഞപ്പം അബദ്ധമൊന്നും കാണിക്കാൻ നിൽക്കരുത് ആദർശേട്ടാ, അതൊരിക്കലും ശരിയാവില്ല. ആദർശേട്ടൻ കുറ്റസമ്മതം നടത്തും, നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ അകത്തായി പോകും, അത് മനസ്സിലാക്കണം. നന്ദു വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ? പറഞ്ഞു. എന്നാലും ഇന്നൊരു രാത്രി നയനെ ഇവിടെ ഇരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അന്നേരം ആദർശേട്ടാ, ആ കാറിൻ്റെ ഓണർ ആദർശേട്ടനല്ല, പിന്നെ ഡ്രൈവറോ നയനയ്ക്കൊപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളും ആദർശേട്ടൻ കാറിലുണ്ടായിരുന്ന വിവരം പറഞ്ഞിട്ടില്ല. പിന്നെ നന്ദു ഇവിടെ ഉള്ളതുകൊണ്ട് നയനയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവില്ല. എന്നെ ഗൾഫിൽ വെച്ച് കുരുക്കാൻ ശ്രമിച്ചവർ തന്നെ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് ആദർശ് പറഞ്ഞു. എന്നെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഒരു ചതി ചെയ്തത് എന്നൊക്കെ പറയുമ്പം ആദർശേട്ടനെ മാത്രമല്ല അനന്തപുര തറവാട്ടിലുള്ള എല്ലാവരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പിന്നിലുള്ളവർ ഇങ്ങനെ ഒരു മാർഗം തന്നെ തിരഞ്ഞെടുത്തതെന്ന കാര്യവും പറഞ്ഞ് അഭിയെ 100% നമുക്ക് സംശയിക്കണം. കാരണം ഒരിക്കൽ നന്ദു അഭിയെ കള്ളക്കടത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തതാണെന്നും ആ വൈരാഗ്യമൊക്കെ അവൻ്റെ മനസ്സിൽ കാണുമെന്നും ആ രീതിയിലാണ് ഈ ഇങ്ങനെ കാര്യങ്ങൾ പോയിരിക്കുന്നതെന്ന കാര്യവും പറയുവാണ്. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും പോയപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൊടുക്കാൻ ശ്രമിച്ചതെന്നുള്ള കാര്യവും പറഞ്ഞ് നവീൻ ആദർശിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.